Problem 5. Integrate the following functions in the counterclockwise sense around the circle mod z equal to 3 by 2. So, the given circle is mod z equal to 3 by 2. You are supposed to integrate the given function around this contour. Solution. Let C be the path of integration mod z equal to 3 by 2. Then C is a circle. അല്ലേ mod z equal to 3 by 2 എന്ന് പറയുമ്പോൾ ഇതെന്താണ് ഒരു സർക്കിളാണ് which is centered at 0 and it is having radius 3 by 2. That is, C is the circle with center, origin and radius 3 by 2 oriented in the counterclockwise direction. First function is z raised to 4 minus 3z square plus 6 divided by z plus I whole cube. So let f of z equal to z raised to 4 minus 3z square plus 6. Then f of z being a polynomial, അതായത് f of z എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഫംഗ്ഷൻ്റെ ന്യൂമറേറ്റർ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ f of z എന്താണ്, ഒരു പോളിനോമിയൽ ആണ്, which is analytic everywhere and hence analytic within C. Polynomial everywhere analytic ആണ്, and അതുകൊണ്ട് അത് എന്തായിരിക്കും, analytic within and on C ആയിരിക്കും. Z is equal to minus I is a point within C അല്ലേ. Z equal to minus ഡിനോമിനേറ്റർ എപ്പോഴാണ് 0 ആവുക, Z plus I ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് 0 ആവുന്ന ടൈമിലാണ്. ആൻഡ് Z plus I എപ്പോഴാണ് 0 ആവുക, Z equal to minus I ആവുന്ന കേസ്. അപ്പോൾ ഈ മൈനസ് ഐ എന്ന് പറയുന്ന പോയിന്റ് ഒഴികെ ബാക്കി എല്ലാ പോയിന്റിലും ഈ ഗിവൺ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ആൻഡ് മൈനസ് ഐ എന്ന് പറയുന്നത് എവിടെയുള്ള പോയിന്റ് ആണ്, സിയിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആണ് അല്ലേ. 0 സെൻറ്ററും 3 by 2 റേഡിയസ് വരുന്ന ഒരു സർക്കിളിൽ വരുന്ന പോയിന്റ് ആണ് മൈനസ് ഐ. ഹെൻസ് ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് ഇൻ്റഗ്രൽ ഓവർ സി z raised to 4 minus 3z square plus c by z plus I whole cube dz നെ നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി f of z ഡിവൈഡഡ് ബൈ z മൈനസ് മൈനസ് ഐ അല്ലേ. z പ്ലസ് ഐനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, z മൈനസ് മൈനസ് ഐ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ ഇതെന്തായി, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z ബൈ z മൈനസ് z നോട്ട് റേസ് ടു n+1 dz എന്നുള്ള ഫോമായി. അപ്പോൾ ഇവിടെ n എന്താണ്, 2 ആണ്. ഇവിടെ 3 തന്ന കാരണം n+1 ആണ് നമ്മുടെ ഫോർമുലയിൽ വരുന്നത്. സോ n+1 ഈക്വൽ ടു 3 ഇംപ്ലൈസ് n ഈക്വൽ ടു 2. അപ്പോൾ അത് നമ്മുടെ ഫോർമുല യൂസ് ചെയ്തിട്ട് 2πi ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു എഫ് റേസ് ടു nth ഡെറിവേറ്റീവ് എറ്റ് z നോട്ട് ആണ്. സോ ഇവിടെ n ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 2 ഫാക്ടോറിയൽ എഫ് റേസ് ടു എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് ഐ ആണ്. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് എറ്റ് മൈനസ് ഐ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് അല്ലേ. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയിൽ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z ബൈ z മൈനസ് z നോട്ട് റേസ് ടു n+1 dz എന്ന് പറയുന്നത് എന്താ, 2πi ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു എഫ് റേസ് ടു nth ഡെറിവേറ്റീവ് അറ്റ് z നോട്ട് ആണ്. അതിൽ നമുക്കിവിടെ 3 ആണ് കേസ് വന്നത്, അതുകൊണ്ട് n ഈക്വൽ ടു 2 എടുക്കണം. n ഈക്വൽ ടു n+1 എന്നുള്ള സ്ഥലത്ത് നമ്മുടെ കിട്ടിയത് എന്താ, 3 ആണ് കിട്ടിയത്. അപ്പോൾ n ഈക്വൽ ടു 2 ആണ്. അപ്പോൾ n ഈക്വൽ ടു 2 വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എഫിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിട്ട് മൈനസ് ആയി കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾ d സ്ക്വയർ ബൈ dz സ്ക്വയർ എഫ് ഓഫ് z എന്താണ്, z റൈസ് ടു 4 മൈനസ് 3z സ്ക്വയർ പ്ലസ് 6 ആണ് എഫ് ഓഫ് z. സോ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 12z സ്ക്വയർ മൈനസ് 6 ആണ്. അറ്റ് z ഈക്വൽ ടു മൈനസ് ഐ വാല്യൂറ്റ് ചെയ്യണം. എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് ഐ ആണ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് z ഈക്വൽ ടു മൈനസ് ഐ കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ് ഇവിടെ z ഈക്വൽ ടു മൈനസ് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനലി യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് മൈനസ് 18πi. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി ഈ ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റി ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തിട്ട്. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഇസ് എഫ് ഓഫ് z ഇസ് ഈക്വൽ ടു e raised to z divided by z square plus 4. Then f of z is analytic in every domain not consisting z equal to plus or minus 2y അല്ലേ. z equal to plus or minus 2y ആവുന്ന സമയത്താണ് നമ്മുടെ ഡിനോമിനേറ്റർ 0 ആവുക. അപ്പോൾ ആ 2 പോയിന്റ് ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ഗിവൻ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ഈ 2 പോയിന്റും z equal to 2y എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിലും z equal to minus 2y എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിലും നമ്മുടെ ഡൊമെയിൻ സിയിൽ വരില്ല. ദീസ് 2 points ലൈസ് ഔട്ട്സൈഡ് സി. കാരണം സിൻ്റെ റേഡിയസ് 3/2 ആണ്, അതായത് ഓൾമോസ്റ്റ് 1.5 ആണ്. പക്ഷെ ഇത് 2 ആണ്. അപ്പോൾ ഇതെന്തായാലും സീൻ്റെ പുറത്ത് കിടക്കുന്ന 2 പോയിന്റ്സ് ആണ്.
അപ്പോൾ നമുക്ക് എന്ത് പറയാം, എഫ് ഈസ് അനലിറ്റിക് വിത്തിൻ ആൻഡ് ഓൺ സി. അപ്പോൾ ഇൻസൈഡ് സിയും ഓൺ സിയും എഫ് അനലിറ്റിക് ആണ്. സെഡ് ഈക്വൽ ടു 1 ഈസ് എ പോയിന്റ് വിത്തിൻ സി അല്ലേ. സെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് സീനകത്ത് കിടക്കുന്ന ഒരു പോയിന്റ് ആണ്. കാരണം 1/2 റേഡിയസ് വരുന്ന സർക്കിളിനകത്ത് വരുന്ന പോയിന്റാണ് സെഡ് ഈക്വൽ ടു 1. അപ്പോൾ ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് യു ക്യാൻ do that. Integral over c e raised to z by z minus 1 whole square into z square plus 4 dz equal to integral over c f of z by z minus 1 whole square dz ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ആവാനാണ് ചാൻസ്. ക്വസ്റ്റ്യനിൽ ഇ റേസ് ടു സെഡ് ബൈ സെഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു സെഡ് റേസ് ടു 4 പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് 4 ആണ്. ഇതിൽ നിങ്ങൾ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനായിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഭാഗം നമ്മുടെ ഗിവൻ സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു 3/2 അനലറ്റിക് ആണ്. ഓൺലി സെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിലാണ് ഫംഗ്ഷൻ അനലറ്റിക് അല്ലാത്തത്. അതുകൊണ്ടാണ് നമ്മൾ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഭാഗം എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓവർ സി റേസ് ടു സെഡ് ബൈ സെഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു സെഡ് റേസ് ടു 4 ഡി സെഡിനെ എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് എഴുതുമ്പോൾ ഇത്രയും ഭാഗത്തിന് നിങ്ങൾ എഫ് ഓഫ് സെഡ് എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഇത് എന്തായി, ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഡി സെഡ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ n+1 സ്ഥലത്ത് 2 ആണ്. അപ്പോൾ n ഈക്വൽ ടു 1 ആണ് അല്ലേ. n+1 ഈക്വൽ ടു 2 ഇംപ്ലൈസ് n ഈക്വൽ ടു 1 കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല. സോ ദിസ് ഈക്വൽ ടു 2πi/n ഫാക്ടോറിയൽ ഇൻറ്റു എഫ് റേസ് ടു nth ഡെറിവേറ്റീവ് അറ്റ് സെഡ് നോട്ട് ആണ്. ഇവിടെ n ഈക്വൽ ടു 1 ആയത് കാരണം 2πi/1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് അറ്റ് സെഡ് നോട്ട് എന്താണ് 1 ആണ്. 1 എന്ന് പറയുന്ന പോയിൻ്റാണ് അനലിറ്റിക് ആവാതെ നമ്മൾ ഡൊമൈനിൽ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡെറിവേറ്റീവ് ഡി ബൈ ഡി സെഡ് ഓഫ് ഇ റേസ് ടു സെഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 4 ആണ്. എന്നിട്ട് സെഡ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 6e⁻/25i എന്ന് കിട്ടും. 6e⁻i/25 എന്ന വാല്യൂ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. വേറൊരു ഫംഗ്ഷൻ ഇവാലുവേറ്റ് integral over c 3z plus 1 by z into z minus 2 whole square dz where c is the contour as shown in the figure given below. അപ്പോൾ നമ്മുടെ കോണ്ടൂർ സി തന്നിട്ടുണ്ട് ഫിഗറിൽ. യു ആർ സപ്പോസ് ടു ഇൻറ്റഗ്രേറ്റ് ദിസ് ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ ഏതൊക്കെ പോയിന്റ്സിലാണ് ഫംഗ്ഷൻ അനലിറ്റിക് ആവാതിരിക്കുക. z ഈക്വൽ ടു 0യിലും z ഈക്വൽ ടു 2യിലും. അപ്പോൾ z ഈക്വൽ ടു 0 നമ്മുടെ കോണ്ടൂറിനകത്ത് വരുന്നുണ്ട്. സിമിലർലി z ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റും കോണ്ടൂറിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, 2 ഭാഗമായി സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം വേണം യൂസ് ചെയ്യാൻ. ഓൾദോ സി ഈസ് നോട്ട് എ സിമ്പിൾ ക്ലോസ് ടു കോണ്ടൂർ വി ക്യാൻ തിങ്ക്, അതായത് സീന് നമ്മൾ 2 C1 C2 ഇത് C1 ഇത് C2 എന്ന് പറഞ്ഞിട്ട് 2 സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറായി ഡിവൈഡ് ചെയ്ത് അതിൻ്റെ യൂണിയൻ ആകുന്ന രീതിയിൽ സീനെ പിക്ചറൈസ് ചെയ്യാം. സോ ഓൾദോ സി ഈസ് നോട്ട് എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ we can think of it as the union of 2 simple closed contours C1 and C2. Here the contours C1 and C2 are such that the point z equal to 0 എന്ന് പറയുന്നത് is in the interior, z equal to 2 is in the exterior of C1 and is in the clockwise direction. The point z equal to 2 is in the interior, z equal to 0 is in the exterior of C2 and is in the counterclockwise direction. അതായത് ഈ ഒരു ഭാഗത്തിന് നിങ്ങൾ C1 എന്നും ഈ ഒരു പോർഷന് C2 എന്നും വിളിച്ചു. അപ്പോൾ C1ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ഓറിയൻറ്റേഷൻ, C2ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ഓറിയൻറ്റേഷൻ. Then integral over C this function is equal to integral over C1 this function plus integral over C2 this function. To evaluate the first integral on the RHS of equation 1, let us take, അപ്പോൾ ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എഫ് ഓഫ് സെഡ് ഏത് ഫംഗ്ഷൻ ആയി എടുക്കണം, 3z + 1/z - 2 ഹോൾ സ്ക്വയർ ആക്കി എടുക്കണം. കാരണം C1ൽ ആണ് നമ്മുടെ z ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് കിടക്കുന്നത്. അതിൽ z ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റ് വരുന്നില്ല C1ൽ.
അപ്പോൾ നിങ്ങൾ അനലിറ്റിക് ആവുന്ന ഫംഗ്ഷൻ ഏതായിരിക്കും? 3z + 1/z - 2² എന്ന് പറയുന്ന ഭാഗം അവിടെ അനലിറ്റിക് ആണ്. അപ്പോൾ ആ ഭാഗമാണ് നിങ്ങൾ എഫ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. Since the point z = 2 lies outside C1, f of z is analytic within and on C1. Also, since C1 is in the clockwise direction, minus C1 ആയിരിക്കും anti-clockwise directionൽ വരിക. Hence, by Cauchy's integral formula, integral over C1 3z + 1/z into z - 2² dz is equal to negative of integral over minus C1. അല്ലേ, കൗണ്ടർ ക്ലോക്ക് വൈസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് ഓഫ് ഡയറക്ഷൻ മാറ്റുമ്പോൾ നെഗറ്റീവ് വരും. നെഗറ്റീവ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ മൈനസ് C1 3z + 1/z - 2² അതിനെ നിങ്ങൾ എഫ് ഓഫ് സെഡ് ആക്കി എടുത്തു ഇൻറ്റു 1/z ആക്കി, അതായത് എഫ് ഓഫ് സെഡ് ബൈ z - 0 എന്നുള്ള ഫോമിൽ. അപ്പോൾ ഇവിടെ n+1 = 1 ആണ്. അപ്പോൾ n = 0 ആയിരിക്കും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ മൈനസ് C1 എഫ് ഓഫ് സെഡ് ബൈ z dz എന്നുള്ള ഫോമിലായി. അപ്പോൾ നിങ്ങൾക്ക് കോഷ്യസ് ഇൻ്റഗ്രൽ ഫോമുലയിൽ n = 0 എന്നുള്ള കേസാണ് ഈ വരുന്നത്. സോ n = 0 ആകുമ്പോൾ അവിടെ നമുക്ക് എന്താണ്? 2πi ഇൻറ്റു എഫ് ഓഫ് സെഡ് നോട്ട് ആണ് അല്ലേ. n = 0 ആകുമ്പോൾ 2πi ഇൻറ്റു എഫ് ഓഫ് സെഡ് നോട്ട് ആണ്. ഇവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് സൈൻ പുറത്തുണ്ട്. സോ മൈനസ് 2πi ഇൻറ്റു ഫംഗ്ഷൻ വാല്യൂ അറ്റ് 0 എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് നിങ്ങൾ 3z + 1/z - 2² ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ z = 0 വരുമ്പോൾ എന്തായിരിക്കും ആ വാല്യൂ? 1/- 2² ആയിരിക്കും. അപ്പോൾ ഇത് 2 ക്യാൻസൽ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/2πi എന്ന് കിട്ടും. ഇനി അലോങ് C2 ആണ് നമ്മൾ സെക്കൻഡ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റിംഗ് ദി സെക്കൻഡ് ഇൻ്റഗ്രൽ ഓൺ RHS ഓഫ് ഇക്വേഷൻ 1. നമ്മൾ എഫ് ഓഫ് സെഡ് എങ്ങനെ ചൂസ് ചെയ്യണം? കാരണം C2ലാണ് നമ്മുടെ 2 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 3z + 1/z എന്നുള്ളതായി ചൂസ് ചെയ്യണം. കാരണം z = 2 എന്ന് പറയുന്ന അനലിറ്റിക് അല്ലാത്ത പോയിന്റ് C2ൽ വരുന്നുണ്ട്. ആൻഡ് z = 0 എന്ന് പറയുന്ന പോയിന്റ് C2ൽ വരുന്നില്ല. അതുകൊണ്ട് എഫ് ഓഫ് സെഡ് എന്തായി ചൂസ് ചെയ്യണം? 3z + 1/z ആയി ചൂസ് ചെയ്യണം. അതായത് എഫ് നമ്മുടെ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോമുലയിലെ സ്റ്റേറ്റ്മെൻറ്റ് എഫ് ഈസ് അനലിറ്റിക് വിത്തിൻ ആൻഡ് ഓൺ സി എന്നാണ്. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ എഫ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഓൺ C2 ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു ചൂസ് എഫ് ഓഫ് സെഡ് ആസ് 3z + 1/z ബിക്കോസ് 3z + 1/z C2ൽ അനലിറ്റിക് ആണ് വിത്തിൻ ആൻഡ് ഓൺ C2. z = 2 എന്ന് പറയുന്ന പോയിന്റിലാണ് അനലിറ്റിസിറ്റി പോകുന്നത്. So on C2, you have to choose f of z as 3z + 1/z. Since the point z = 0 lies outside C2, f of z is analytic within and on C2. Hence, by Cauchy's integral formula for derivatives, we get integral over C2 3z + 1/z into z - 2² is equal to integral over C2 3z + 1/z into 1/z - 2² dz. ഇതാണ് നിങ്ങൾ എഫ് ഓഫ് സെഡ്. അപ്പോൾ എഫ് ഓഫ് സെഡ് ബൈ z - z0² എന്നുള്ള ഫോമുലയായി. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ബൈ z - 2² dz. അപ്പോൾ ബൈ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോമുല ഇത് n+1 = 2 എന്നുള്ള കേസാണ്, വിച്ച് ഇംപ്ലൈസ് n = 1. അപ്പോൾ 2πi/n ഇൻറ്റു f⁻n z0 എന്നുള്ള ഫോർമുലയിൽ n = 1 കൊടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 2πi/1 ഇൻറ്റു f'(2). അപ്പോൾ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുക, വാല്യൂ അറ്റ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, z = 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു -1/2πi എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 1ൽ നിങ്ങൾ RHSൽ രണ്ട് ഇൻ്റഗ്രൽസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? -πi എന്നാണ് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്നുള്ളത് കിട്ടി. നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താ പഠിക്കാനുള്ളത്? നമുക്ക് ലയോവിലിസ് തിയറാണ് പഠിക്കാനുള്ളത്. We preface the Liouville's theorem with an inequality known as Cauchy's inequality. അപ്പോൾ ലയോവിലിസ് തിയറത്തിന് മുന്നേ നമുക്കൊരു Cauchy's inequality അറിഞ്ഞിരിക്കണം. ലെമ്മ Cauchy's inequality. Suppose that a function f is analytic inside and on a positively oriented circle CR centered at z0. അതായത് ഫംഗ്ഷൻ f അനലിറ്റിക് ആണ് എവിടെ? ഇൻസൈഡ് ആൻഡ് ഓൺ a positively oriented circle CR centered at z0 and with radius r
If MR denotes the maximum value of mod f of z on CR, then modulus of f raised to nth derivative at z0 is less than or equal to n factorial into mr by r raised to n, where n is equal to 1, 2, etc. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ എഫ് ഉണ്ട്. ആ ഫംഗ്ഷൻ ഇൻസൈഡ് ആൻഡ് ഓൺ എ പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിൾ സി ആറിൽ അനലറ്റിക് ആണ്. ഒരു സി ആർ എന്ന് പറയുന്നത് Z0 സെൻറ്റർ വരുന്ന ആർ റേഡിയസ് വരുന്ന സർക്കിളാണ്. ഇഫ് എം ആർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദി മാക്സിമം വാല്യൂ ഓഫ് മോഡ് എഫ് സെഡ് ഓൺ ദിസ് സർക്കിൾ സി ആർ. അങ്ങനെയാണെങ്കിൽ എഫിൻ്റെ nth ഡെറിവേറ്റീവ് അറ്റ് Z0ൻ്റെ വാല്യൂ, മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് വിൽ ബി അറ്റ് മോസ്റ്റ് n ഫാക്ടോറിയൽ ഇൻറ്റു എം ആർ ഡിവൈഡഡ് ബൈ ആർ റേസ് ടു n ആണ്. ഈ n റൺസ് ഫ്രം 1 to 3 എക്സെട്ര. Proof. Here the function f of z is analytic inside and on a positively oriented circle CR centered at Z0 and with radius R. അല്ലേ, ഫംഗ്ഷൻ എഫ് എന്താണ്? അനലറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ എ പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിൾ സി ആർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് നമുക്ക് എന്താണ്? ഡെറിവേറ്റീവ്സ് ഓഫ് എഫ് ഓഫ് സെഡ് ആർ അനലറ്റിക് ആൻഡ് നമുക്കൊരു ഫോർമുല ഉണ്ട്. എഫ് റേസ് ടു nth ഡെറിവേറ്റീവ് അറ്റ് Z0 എന്ന് പറയുന്നത് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ 2πi ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി ആർ എഫ് ഓഫ് സെഡ് ബൈ Z മൈനസ് Z0 റേസ് ടു n പ്ലസ് 1 dz, where n is equal to 1, 2, 3, etc. Therefore, modulus of f raised to nth derivative at Z0 എന്ന് പറയുന്നത് എന്തായിരിക്കും? n ഫാക്ടോറിയൽ ബൈ 2πi ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് ഇൻറ്റു മോഡുലസ് ഓഫ് ദിസ് ഇൻ്റഗ്രൽ വാല്യൂ. ഇതിന് നിങ്ങൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. സിൻസ് എം ആർ എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ ആണ് ഓൺ സി ആർ, അതുകൊണ്ട് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ബൈ Z മൈനസ് Z0 റേസ് ടു n പ്ലസ് 1 വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആർ ബൈ ആർ റേസ് ടു n പ്ലസ് 1. കാരണം Z മൈനസ് Z0ൻ്റെ മാക്സിമം വാല്യൂ ഈസ് ആർ. ഓൾസോ ലെങ്ത് ഓഫ് സി ആർ എന്ന് പറയുന്നത് എന്താ? സർക്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ പെരിമീറ്റർ ആണ്, 2πr ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി എം എൽ ഇൻഇക്വാളിറ്റി യൂസ് ചെയ്തിട്ട് എന്ത് പറയാൻ പറ്റും? മോഡുലസ് ഓഫ് ദിസ് ഇൻ്റഗ്രൽ വാല്യൂ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു എൽ. ദാറ്റ് ഈസ് ഇവിടെ മാക്സിമം വാല്യൂ എം എന്ന് പറയുന്നത് എം ആർ ബൈ ആർ റേസ് ടു n പ്ലസ് 1 ആണ്. ലെങ്ത് 2πr ആണ്. സോ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 2π എം ആർ ബൈ ആർ റേസ് ടു n. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1 എങ്ങനെ കിട്ടും? ദസ് ഇക്വേഷൻ 1 ബിക്കംസ് മോഡുലസ് ഓഫ് എഫ് റേസ് ടു nth ഡെറിവേറ്റീവ് അറ്റ് Z0 is less than or equal to n factorial by 2πi, n factorial by 2π into this value 2π mr by r raised to n. ഇതിൽ n factorial അല്ല 2π ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി this is equal to n factorial into mr divided by r raised to n. അപ്പോൾ ഇതാണ് നമ്മുടെ കോഷീസ് ഇനീക്വാളിറ്റി. നെക്സ്റ്റ് എന്താണ്? ലയോവിലിസ് തിയറം എന്ന് നോക്കാം. If a function f is entire and bounded in the complex plane, then f of z is constant throughout the plane. അല്ലേ, ലയോവിലിസ് തിയറം പറയുന്നത് എന്താ? ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് എൻറ്റയർ ആൻഡ് ബൗണ്ടഡ് ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ, നമ്മുടെ കോംപ്ലക്സ് പ്ലെയിനിലെ ഫംഗ്ഷൻ എൻറ്റയറുമാണ് ബൗണ്ടഡും ആണെങ്കിൽ ദെൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ത്രൂ ഔട്ട് ദി പ്ലെയിൻ. അതായത് എവറി ബൗണ്ടഡ് എൻറ്റയർ ഫംഗ്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് തിയറാണ്. ലയോവിലിസ് തിയറത്തിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ലയോവിലിസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ബൗണ്ടഡ് എൻറ്റയർ ഫംഗ്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഒരു ഫംഗ്ഷൻ എൻറ്റയറുമാണ്, ആ ഫംഗ്ഷൻ നമ്മുടെ കോംപ്ലക്സ് പ്ലെയിനിൽ ബൗണ്ടഡും ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. പ്രൂഫ്. സിൻസ് എഫ് ഈസ് ബൗണ്ടഡ് there exists a real number m such that mod f of z is less than or equal to m for all z. അല്ലേ, എഫ് ബൗണ്ടഡ് ആയത് കാരണം എഫ് ബൗണ്ടഡ് ആണ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം എം ആയിരിക്കും ഫോർ ഓൾ സെഡ്. ഇനി Z0 എന്ന് പറയുന്നത് ഏതൊരു ആർബിട്രറി കോംപ്ലക്സ് നമ്പറാണ്. ആർ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി ലാർജ് റിയൽ നമ്പറാണ്. ആൻഡ് സി ആർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിളാണ് വിത്ത് സെൻറ്റർ Z0 ആൻഡ് റേഡിയസ് ആർ. അപ്പോൾ Z0 സെൻറ്റർ വരുന്ന റേഡിയസ് ആർ വരുന്ന ഒരു പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിളാണ് സി ആർ. ഇവിടെ ആർ ഒരു ആർബിട്രറി ലാർജ് റിയൽ നമ്പറാണ്. സിൻസ് എഫ് ഈസ് എൻറ്റയർ, എഫ് ഓഫ് സെഡ് എവറിവെയർ അനലറ്റിക് ആണ്. എഫ് എൻറ്റയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം?
അനലറ്റിക് ഇൻ ദി എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ. നമ്മളെ കോംപ്ലക്സ് പ്ലെയിൻ ത്രൂ ഔട്ട് ഫംഗ്ഷൻ അനലറ്റിക് ആണ്. അപ്പോൾ സിൻസ് എഫ് ഈസ് എൻറ്റയർ, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഈസ് അനലറ്റിക് എവറിവെയർ ആൻഡ് ഹെൻസ് ഇൻസൈഡ് ആൻഡ് ഓൺ സി ആർ. അപ്പോൾ നമ്മുടെ സി ആർ എന്ന് പറയുന്ന സർക്കിളിനകത്തും ഓൺ സി ആറും എഫ് അനലറ്റിക് ആയിരിക്കും. സോ ബൈ കോഷ്യസ് ഇൻഇക്വാലിറ്റി നമുക്ക് എന്ത് പറയാം? കോഷ്യസ് ഇൻഇക്വാലിറ്റിയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എഫ്. അതുകൊണ്ട് തന്നെ കോഷ്യസ് ഇൻഇക്വാലിറ്റി യൂസ് ചെയ്തിട്ട് മോഡുലസ് ഓഫ് എഫ് റേസ് ടു nth ഡെറിവേറ്റീവ് അറ്റ് z നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ ഇൻറ്റു m ബൈ r റേസ് ടു n ആണ് ഫോർ n ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. ഇനി നിങ്ങൾ n ഈക്വൽ ടു 1 എന്നുള്ള കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഡാഷ് ഓഫ് z നോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ബൈ r ആണെന്ന് കിട്ടും അല്ലേ? മോഡുലസ് ഓഫ് എഫ് ഡാഷ് ഓഫ് z നോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ബൈ r. Since the above inequality is true for arbitrarily large r, we get f dash of z naught equal to 0 അല്ലേ? f dash of z naught മോഡുലസ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ബൈ r ആണ്. സോ r എന്ന് പറയുന്നത് സഫിഷ്യൻ്റ്ലി ലാർജ് ആയ കാരണം when r tends to infinity, r ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ m ബൈ r എങ്ങോട്ട് പോകും? 0യിലോട്ട് പോകും. കാരണം 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 അല്ലേ? അതുകൊണ്ട് r ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ when r tends to infinity, this m by r എന്ന് പറയുന്ന വാല്യൂ tends to 0. കാരണം 1 by infinity is 0. അതുകൊണ്ട് f dash of z naught എന്ന് പറയുന്നത് കോൺസിക്വൻ്റ്ലി എന്തായി പോവും? 0 ആയി പോവും. r ആർബിട്രറി ലാർജ് ആവുന്നതിനനുസരിച്ച് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് 0യിലോട്ട് അപ്രോച്ച് ചെയ്യും. ആൻഡ് ഫൈനലി എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് വിൽ ബി ഈക്വൽ ടു 0. സിൻസ് ദി ചോയ്സ് ഓഫ് സെഡ് നോട്ട് വാസ് ആർബിട്രറി, ദിസ് മീൻസ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ സെഡ് നോട്ട് ഒരു ആർബിട്രറി പോയിന്റ് ആണ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏതൊരു സെഡ് എടുത്തു കഴിഞ്ഞാലും ഇത് ട്രൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി 0 ആണ് എവറിവെയർ ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ. അപ്പോൾ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കോംപ്ലക്സ് പ്ലെയിനിൽ ത്രൂ ഔട്ട് 0 ആണെങ്കിൽ എന്താ അർത്ഥം? എഫ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെന്നല്ലേ? കാരണം കോൺസ്റ്റന്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അല്ലേ 0 വരിക? ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് അല്ലേ 0? അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 ആണ് ഫോർ ഓൾ കോംപ്ലക്സ് നമ്പർ z എന്ന് കിട്ടി. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് എഫ് ഈസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് പ്രൂഫ് ആയില്ലേ? എവറി ബൗണ്ടഡ് എൻ്റയർ ഫംഗ്ഷൻ ഈസ് എ കോൺസ്റ്റന്റ്. എഫ് ബൗണ്ടഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റി? മോഡ് എഫ് സെഡ് ലെസ് ദാൻ ഈക്വൽ ടു m ആണെന്ന് യൂസ് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു ആർബിട്രറി സെഡ് നോട്ടും യൂസ് ചെയ്ത് ഒരു സഫിഷ്യൻ്റ്ലി ലാർജ് റിയൽ നമ്പർ എടുത്തിട്ട് യൂസിങ് കോഷ്യസ് ഇൻഇക്വാലിറ്റി നിങ്ങൾക്ക് എഫ് റേസ് ടു nth ഡെറിവേറ്റീവ് സെഡ് നോട്ട് ലെസ് ദാൻ ഈക്വൽ ടു n ഫാക്ടോറിയൽ ഇൻറ്റു m ബൈ r റേസ് ടു n അപ്ലൈ ചെയ്യാം. അതിൽ n ഈക്വൽ ടു 1 എന്നുള്ള കേസ് കൺസിഡർ ചെയ്യാം. എന്നിട്ട് r ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ m ബൈ r 0യിലോട്ട് പോവും. കാരണം 1 ബൈ ഇൻഫിനിറ്റി 0 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സെഡ് നോട്ട് ആർബിട്രറി ആയത് കാരണം ഇത് എല്ലാ സെഡിനും ട്രൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? എഫ് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. കാരണം കോൺസ്റ്റന്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് എപ്പോഴും ഐഡന്റിക്കലി 0 ആയി വരും. അപ്പോൾ എവറി ബൗണ്ടഡ് എൻ്റയർ ഫംഗ്ഷൻ ഈസ് എ കോൺസ്റ്റന്റ്. ലൈവ്ലിസ് തിയറം വളരെ ഇമ്പോർട്ടൻറ്റ് തിയറം ആണ്. അത് എപ്പോഴും എക്സാമിന് ചോദിച്ചു കാണാറുണ്ട്. സോ ഡോണ്ട് സ്കിപ്പ് ദിസ് തിയറം, പ്ലീസ് സ്റ്റഡി ഇറ്റ്. ഈസി പ്രൂഫാണ്. അതിന് നിങ്ങൾ എസ് എ പാർട്ടിലൊക്കെ ചോദിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എം എയും കൂടെ എഴുതണം. അതായത് കോഷ്യസ് ഇൻഇക്വാലിറ്റിയും കൂടെ എഴുതണം. അതെല്ലാം കുറച്ച് മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ തിയറം പ്രൂഫ് മാത്രം എഴുതിയാൽ മതി. നെക്സ്റ്റ് ഈസ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര. Fundamental theorem of algebra states that any polynomial p of z is equal to a0 plus a1z plus a2z square plus etc plus an z raised to n, where an not equal to 0 of degree n greater than or equal to 1 has at least one 0. Fundamental theorem of algebra states that ഏതൊരു പോളിനോമിയൽ പി ഓഫ് സെഡ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു a0 പ്ലസ് a1z പ്ലസ് a2z സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് an z റേസ് ടു n ആണ്, വേറെ an നോട്ട് ഈക്വൽ ടു 0 ആണ് ഓഫ് ഡിഗ്രി n. ഇതൊരു nth ഡിഗ്രി പോളിനോമിയൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആ പോളിനോമിയലിന് അറ്റ്ലീസ്റ്റ് 1 0 എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 1 പോയിന്റ് z0 such that p of z0 equal to 0. അതായത് ഈ പോളിനോമിയലിന് അറ്റ്ലീസ്റ്റ് 1 0 എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? അറ്റ്ലീസ്റ്റ് 1 പോയിന്റ് z0 ഉണ്ടായിരിക്കും സച്ച് ദാറ്റ് p of z0 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയി വരുന്ന അറ്റ്ലീസ്റ്റ് 1 കോംപ്ലക്സ് നമ്പറെങ്കിലും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര പറയുന്നത് ഏതൊരു nth ഡിഗ്രി പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും അതിന് അറ്റ്ലീസ്റ്റ് 1 റൂട്ടെങ്കിലും ഉണ്ടായിരിക്കും.
proof, if possible let p of z is not equal to 0 for all z, then അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ്, അതായത് ഒരിക്കലും ഒരു റൂട്ടും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഒരു സീറോയും നമ്മുടെ പോളിനോമിയൽ ഇല്ല എന്ന് അസ്യൂം ചെയ്യാണ്. അങ്ങനെ നമ്മളൊരു കോൺട്രഡിക്ഷനിലെത്തും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ അസംഷൻ തെറ്റാണ്. സോ അതിനുവേണ്ടി നമ്മൾ അസ്യൂം ചെയ്തു പി ഓഫ് സെറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ സെറ്റ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ദെൻ ദി ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു 1/p ഓഫ് സെറ്റ് എന്തായിരിക്കും? അനലിറ്റിക് ആയിരിക്കും അല്ലേ? കാരണം പി ഓഫ് സെറ്റ് എന്ന് പറയുന്നത് ഏതൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാലും 0 ആവുന്നില്ല. അപ്പോൾ എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു 1/p ഓഫ് സെറ്റ്. അപ്പോൾ ഈ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവുന്നില്ലല്ലോ, ഒരു സെറ്റിലും ഫംഗ്ഷൻ 0 ആവുന്നില്ല, പി എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 ആവുന്നില്ല. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു 1/p ഓഫ് സെറ്റ് എന്തായിരിക്കും? അനലിറ്റിക് എവരിവെയർ ആയിരിക്കും. ഇസ് ക്ലിയർലി ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആയിരിക്കും, അനലിറ്റിക് ഇൻ ദി എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ. നൗ വി വിൽ പ്രൂവ് ദാറ്റ് എഫ് ഓഫ് സെറ്റ് ഈസ് ബൗണ്ടഡ്. ഇനി നമ്മൾ എഫ് ബൗണ്ടഡ് ആണെന്നും കൂടെ കാണിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എവരി ബൗണ്ടഡ് എൻറ്റയർ ഫംഗ്ഷൻ ഇസ് എ കോൺസ്റ്റന്റ് എന്നുള്ള ലയവിലിസ് തിയറം അപ്ലൈ ചെയ്യാം. സോ നൗ വി വിൽ പ്രൂവ് ദാറ്റ് എഫ് ഓഫ് സെറ്റ് ഈസ് ബൗണ്ടഡ്. അതിനു വേണ്ടി നമുക്ക് എന്ത് വേണം? പി ഓഫ് സെറ്റ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഓഫ് ദി ഫോം a0 പ്ലസ് a1z പ്ലസ് a2z² പ്ലസ് എക്സെട്ര പ്ലസ് an(z)n ആണെന്ന് എടുത്തു. അതിൽ നമ്മൾ z(n) മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അല്ല, z(n) എന്ന് പറയുന്ന ഫാക്ടർ ഓരോ ടേമിൽ നിന്നും കോമൺ ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് z(n) ഇൻറ്റു ഇവിടെ a0/z(n) പ്ലസ് a1/z(n-1) പ്ലസ് എക്സെട്ര പ്ലസ് an-1/z പ്ലസ് an കിട്ടും. ഇനി നിങ്ങൾ എന്താണ് ഈ ഒരു ടേമിനെ w എന്ന് വിളിച്ചു, ഈ ഒരു ബ്രാക്കറ്റിലുള്ള ഭാഗത്തിനെ w എന്ന് വിളിച്ചു. സോ ലെറ്റ് w ഈക്വൽ ടു a0/z(n) പ്ലസ് a1/z(n-1) പ്ലസ് എക്സെട്ര പ്ലസ് an-1/z എന്നെടുത്തു. ഇതാണ് നിങ്ങളുടെ w. അപ്പോൾ പി ഓഫ് സെറ്റ് എന്തായിരിക്കും? an പ്ലസ് w ഇൻറ്റു z(n). ഇത്രയും ഭാഗമാണ് w. an വരുന്നില്ല, an ഒഴികെ ഇത്രയും ഭാഗമാണ് w. അപ്പോൾ നിങ്ങളുടെ പി ഓഫ് സെറ്റ് എന്തായി മാറും? പി ഓഫ് സെറ്റ് എന്ന് പറയുന്നത് an പ്ലസ് w ഇൻറ്റു z(n) എന്നുള്ള ഫോമായി മാറും. Choose a sufficiently large positive number r such that for all I equal to 0, 1, 2, etc. n-1, modulus of ai divided by z(n-i) is less than mod an by 2n. നിങ്ങൾ ഇനി ഒരു sufficiently large positive number r ചൂസ് ചെയ്യണം such that for all I equal to 0, 1, 2, etc. n-1, modulus of ai by z(n-i) is less than modulus of an by 2n. ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ ഫോർ ഓൾ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ ആർ, ഈ മോഡ് സെറ്റ് ഈക്വൽ ടു ആർ എന്ന് പറയുന്ന സർക്കിളിൻ്റെ പുറത്തുള്ള ഏതൊരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഈ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊരു ആർ ചൂസ് ചെയ്യുക. ദോ മോഡ് w എന്തായിരിക്കും? മോഡുലസ് ഓഫ് a0/z(n) പ്ലസ് എക്സെട്ര പ്ലസ് an-1/z ആണ്. ആ മോഡുലസിനെ നിങ്ങൾക്ക് ഇങ്ങനെ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി യൂസ് ചെയ്ത് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് a0/z(n) പ്ലസ് മോഡ് a1/z(n-1) പ്ലസ് എക്സെട്ര പ്ലസ് മോഡ് an-1/z. ആൻഡ് ഇതിൽ ഓരോ മോഡ് ai/z(n-i)യും ലെസ് ദാൻ എന്താണ്? മോഡ് an/2n ആണ്. അപ്പോൾ ഇവിടെ ഓരോ ടേമും ലെസ് ദാൻ മോഡ് an/2n, മോഡ് an/2n, മോഡ് an/2n. അങ്ങനെ ഇവിടെ എത്ര ടേംസ് ഉണ്ട്? n ടേംസ് ഉണ്ട്. അപ്പോൾ ദിസ് വിൽ ബി ലെസ് ദാൻ n ടൈംസ് മോഡ് an/2n ആണ്. ആ ന്യൂമറേറ്ററിലുള്ള എന്നും ഡിനോമിനേറ്ററിലുള്ള എന്നും ക്യാൻസലായി. അപ്പോൾ നിങ്ങൾക്ക് മോഡ് an/2 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ മോഡ് w എന്ന് പറയുന്നത് ലെസ് ദാൻ മോഡ് an/2 ആണ് ഫോർ ഓൾ z വിത്ത് മോഡ് z ഗ്രേറ്റർ ദാൻ ആർ. അപ്പോൾ മോഡ് z ഗ്രേറ്റർ ദാൻ ആർ എന്ന് പറയുന്ന ആ സർക്കിളിന് പുറത്തുള്ള എല്ലാ പോയിന്റ്സിനും മോഡ് w ഈസ് ലെസ് ദാൻ മോഡ് an/2. ഹെൻസ് when mod z greater than r, mod an plus w will be greater than or equal to modulus of mod an minus mod w. ഇത് നമുക്ക് മോഡുലസിൻ്റെ പ്രോപ്പർട്ടിയാണ്. ആൻഡ് ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ മോഡ് an/2. ഇപ്പം നമുക്ക് കിട്ടി. ആൻഡ് സോ മോഡ് പി ഓഫ് സെറ്റ് എന്തായിരിക്കും? ദാറ്റ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് an പ്ലസ് w ഇൻറ്റു മോഡ് z(n) ആണ്. ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ മോഡ് an/2. കാരണം മോഡ് an പ്ലസ് w ഇസ് ഗ്രേറ്റർ ദാൻ മോഡ് an/2 ആണ്.
mod z is greater than r1. So mod z raised to n will be greater than r raised to n. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടി? ഈ ഒരു ഭാഗത്തിന് വേണ്ടി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, mod an/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, mod z raised to n പകരം r raised to n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു for all z with mod z greater than r. Therefore f of z എന്ന് പറയുന്നത് reciprocal of p of z ആണ്. That is mod f of z will be equal to 1/mod p of z ആണ്. 1/mod p of z പറയുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ആവും റെസിപ്രോക്കൽ എടുക്കുമ്പോൾ. അപ്പോൾ ലെസ് ദാൻ എന്താണ് 2/mod an into r raised to n എന്ന് കിട്ടും for all z with mod z greater than r ആണ്. So f is bounded in mod z greater than r. അപ്പോൾ ഈ z equal to r എന്ന് പറയുന്ന സർക്കിളിൻ്റെ പുറത്ത് ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെന്ന് കിട്ടി. കാരണം mod z greater than r ആകുമ്പോൾ mod f z എന്ന് പറയുന്നത് ലെസ് ദാൻ ഒരു പെർട്ടിക്കുലർ നമ്പറാണ്. അതുകൊണ്ട് തന്നെ എഫ് mod z greater than r എന്ന് പറയുന്ന റീജിയനിൽ ബൗണ്ടഡ് ആണ്. ദാറ്റ് ഈസ് ഇൻ ദി റീജിയൻ എക്സ്റ്റീരിയർ ടു ദി ഡിസ്ക് mod z ലെസ് ദാൻ ഓർ ഈക്വൽ ടു r. But mod z less than or equal to r is a closed bounded subset of the complex plane. നമ്മുടെ കോംപ്ലക്സ് പ്ലെയിൻ്റെ ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് സബ്സെറ്റ് അല്ലേ mod z equal to r എന്ന് പറയുന്ന ഡിസ്ക്. ആൻഡ് എഫ് ഈസ് കണ്ടിന്യൂസ് എവറിവെയർ. എഫ് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. സോ എഫ് ഈസ് ബൗണ്ടഡ് ഇൻ mod z less than or equal to r ഓൾസോ. കാരണം ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, ബൗണ്ടഡ് റീജിയൻ ഈസ് ബൗണ്ടഡ്. അപ്പോൾ എഫ് ബൗണ്ടഡ് ആണ് എവിടെ? mod z less than or equal to r. അപ്പോൾ ആ സർക്കിളിൻ്റെ പുറത്തും ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ്, സർക്കിളിൻ്റെ അകത്തും ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ്. ആൻഡ് ഓൺ ദി സർക്കിൾ ഓൾസോ എഫ് ഈസ് ബൗണ്ടഡ്. Therefore എഫ് ഈസ് ബൗണ്ടഡ് ഇൻ ദി എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ. അപ്പോൾ നമ്മുടെ കോംപ്ലക്സ് പ്ലെയിനിൽ ത്രൂ ഔട്ട് ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ്. ഓൾസോ നമ്മുടെ എഫ് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ഓൺ ദി എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനും കൂടിയാണ്. അപ്പോൾ നമുക്ക് എഫ് എന്താണെന്ന് മനസ്സിലായി. എഫ് ഒരു ബൗണ്ടഡ് എൻറ്റയർ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായി. Thus f is entire and bounded in the complex plane. Hence by Liouville's theorem f എന്തായേ പറ്റുള്ളൂ? ഒരു കോൺസ്റ്റൻ്റ് ആയേ പറ്റുള്ളൂ. കാരണം Liouville's theorem states that every bounded entire function is a constant. സോ അത് അപ്ലൈ ചെയ്തത് നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് സെഡ് ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെന്ന് കിട്ടും. Since f of z is a constant, p of z is also constant. കാരണം f of z നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? 1/p of z ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ f of z കോൺസ്റ്റൻ്റ് പറഞ്ഞാൽ 1/p of z കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടും, വിച്ച് ഇംപ്ലൈസ് p of z ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടും. ബട്ട് p of z എന്തല്ല? കോൺസ്റ്റൻ്റ് അല്ല. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് p of z ഒരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ആണെന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി. ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ ബിക്കോസ് p of z ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ അസംഷൻ റോങ് ആയിരുന്നു എന്ന് മനസ്സിലായി. ഹെൻസ് അവർ അസംഷൻ ഈസ് റോങ്. സോ പി ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 0 ഫോർ സം കോംപ്ലക്സ് നമ്പർ z. കാരണം നമ്മുടെ അസംഷൻ എന്തായിരുന്നു എടുത്തത്? പി ഓഫ് സെഡ് ഈസ് ഓൾവേസ് നോൺ സീറോ എന്നാണ് എടുത്തത്. അപ്പോൾ ആ അസംഷൻ തെറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പി ഓഫ് സെഡ് അറ്റ്ലീസ്റ്റ് 1 പോയിന്റിനെങ്കിലും 0 ആയിരിക്കും. ദാറ്റ് ഈസ് പി ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 0 ഫോർ സം കോംപ്ലക്സ് നമ്പർ z. അപ്പോൾ ഏതൊരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും അതിന് അറ്റ്ലീസ്റ്റ് 1 0 എക്സിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളിനി പ്രൂഫ് ഒന്നും കൂടെ സെൽഫായി റീഡ് ചെയ്ത് നോക്കൂ. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് തിയറംസ് ആണ്. എസ് എ പാർട്ടിലൊക്കെ എപ്പോഴും ചോദിച്ച് കാണാറുള്ള തിയറംസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈസി ഓൾസോ. സോ നന്നായി പഠിക്കുക. നമ്മുടെ 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഐ ഹോപ്പ് യു ഓൾ വിൽ ഡു വെൽ ഫോർ ദി എക്സാം ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് 3rd സെമ്മിൽ കുറച്ച് പോർഷൻസ് പെൻഡിങ് ഉണ്ട്. ഒരൊറ്റ സെക്ഷൻ പെൻഡിങ് ഉണ്ട്. അതും കൂടെ കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ വിൽ ഡു ഇറ്റ്. സോ ദാറ്റ്സ് ഓൾ ഡിയേഴ്സ്. താങ്ക് യു.